പ്രൈസ് ദി ലോർഡ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ 1-2 വചനം പറഞ്ഞിങ്ങനെയാണ്. ഹല്ലേലൂയ. ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ, എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെ തന്നെയാണ് ധിക്കരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നോക്കണേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാ 1 കൊരിന്ത്യസ് 11-ാം അധ്യായത്തിൽ പറഞ്ഞ പുരുഷന്റെ ശിരസ് ക്രിസ്തു, സ്ത്രീയുടെ ശിരസ് ഭർത്താവ്, ക്രിസ്തുവിന്റെ ശിരസ് പിതാവായ ദൈവം. ഈ അധികാരങ്ങൾ, ഈ സ്ഥാനമാനങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഓരോ സ്ഥാനമാനങ്ങൾ, അതായത് അപ്പൻ, അമ്മ, മക്കൾ, അനിയൻ, ചേട്ടൻ, നാത്തൂൻ, അളിയൻ, ഇങ്ങനെ ഓരോ സ്ഥാനമാനങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. തന്നിമിത്തം ആരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറുതിരിക്കുന്നോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയും ചെയ്താൽ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച അതേ ദൈവത്തോട് തന്നെയാണ് നീ മറുതിരിക്കുന്നത്. ഈ സ്ഥാനമാനങ്ങൾക്ക് നമ്മൾ വില കൊടുക്കുന്നില്ല. ഈ സ്ഥാനമാനങ്ങൾക്ക് നമ്മൾ ബഹുമാനം കൊടുക്കുന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം കേട്ടോ. ഇത് സ്ഥാനമാണ്. അപ്പൊ ദൈവം സ്ഥാനത്തിലാണ്. സർവശക്തനായ ദൈവം, അതിനോട് ചേർന്ന് നിൽക്കുന്നു പുത്രനായ ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈശോയെ നന്ദി. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്താണ്? ഇപ്പൊ ഓരോ രാജ്യത്ത് ഓരോ ഭരണഘടന ഉണ്ട്. ഏതാ? പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, പ്രധാനമന്ത്രി ഉണ്ട്, മുഖ്യമന്ത്രി ഉണ്ട്. ഇങ്ങനെ ഓരോ സ്ഥാനമാനങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ദൈവത്താൽ സ്ഥാപിതമാണ്. തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെ തന്നെയാണ് ധിക്കരിക്കുന്നത്. ധിക്കരിക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി വരുത്തിവെക്കും. ഹല്ലേലൂയ. അപ്പൊ കുടുംബത്തിലും അത് തന്നെയാണ് സ്ഥാനം. അപ്പൻ, അമ്മ. അപ്പൊ നോക്കി, അപ്പൻ നിയമം തെറ്റിച്ചാൽ അത് ദൈവത്തിനെ തന്നെയാണ് ധിക്കരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും എല്ലാവരും ഈ വിധേയത്തിലേക്ക് വരണം. ആമേൻ, ഹല്ലേലൂയ. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞെന്നറിയാം. 1-ാമത്തെ വചനം, യജമാന്മാരെ നിങ്ങളുടെ ദാസരോട് നീതിയും സമഭാവനയും പുലർത്തുവിൻ, നിങ്ങൾക്കും സ്വർഗത്തിൽ ഒരു യജമാനനുണ്ടെന്ന് ഓർമ്മിക്കുവിൻ കേട്ടോ. അപ്പോൾ ഒരു സ്വർഗമുണ്ട്, ദൈവത്തിന്റെ രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ അവിടെ നമുക്ക് ഒരു യജമാനനുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും മുകളിലൊരു യജമാനനുണ്ട്. ഈ യജമാനനെ ഭയപ്പെട്ട് അവന്റെ കീഴെ നിന്നാൽ നിന്നെ അവൻ ഉയർത്തും. നിനക്ക് വേണ്ട ശക്തി നിനക്ക് ദൈവം തരും. ഹല്ലേലൂയ. നിനക്ക് വേണ്ട എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ശക്തി ഈ ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ നമ്മൾ എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 9-ാമത്തെ വചനം പറഞ്ഞു, യജമാന്മാരെ നിങ്ങളും ഇതേ രീതിയിൽ തന്നെ ദാസരോട് പെരുമാറുവിൻ, അവരെ ഭീഷണിപ്പെടുത്തരുത് കേട്ടോ. ഇപ്പൊ ഒരു വീട്ടിൽ ഭർത്താവ് ഭീഷണിപ്പെടുത്തും എല്ലാവരെയും. മക്കളെ പേടിപ്പിക്കുന്നു, ഭാര്യയെ പേടിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഒരു രാജ്യത്താണെങ്കിലും ഒരു ദേശത്താണെങ്കിലും ഇത് തന്നെയാണ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഭീഷണിപ്പെടുത്തരുത്. കാരണം എന്താ? നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവിടത്തേക്ക് മുഖം നോട്ടമില്ലെന്നും അറിയുവിൻ. ദൈവം ഈ സ്ഥാനമാനങ്ങൾക്കാണ് വില കൊടുക്കുന്നത്. ആമേൻ. അപ്പോൾ അനുസരിക്കാത്തവനോ ധിക്കരിച്ചാൽ വാളിനിരയാകും. ഹല്ലേലൂയ. നമ്മൾ എന്താ പറയുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ കേട്ടോ. അപ്പൊ ഈ രാജ്യം ഈ ഭൂമിയിൽ വരണമെങ്കിൽ നീ യജമാനന്റെ പറയുന്നത് കേൾക്കണം, യജമാനന് വിധേയപ്പെട്ട് നിൽക്കണം. അപ്പോൾ നിന്റെ വീട്ടിൽ, നിന്റെ ഹൃദയത്തിൽ സ്വർഗരാജ്യം, സ്വർഗീയ അനുഭവം ഉണ്ടാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി നോക്കണം, 1 പത്രോസ് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നതെന്ന് നോക്കി, 2-ാമത്തെ വചനം, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അജഗണത്തെ പരിപാലിക്കുവിൻ, അത് നിർബന്ധം മൂലം ആയിരിക്കരുത് കേട്ടോ. ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം, ലാഭേച്ഛത്തോടെ ആയിരിക്കരുത്, തീഷ്ണതയോടെ ആയിരിക്കണം. അജഗണത്തിന്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്, സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ കുടുംബത്തിലും സഭയിലും രാജ്യങ്ങളിലും നമ്മൾ മാതൃകയായിരിക്കണം. ക്രിസ്തുവിന്റെ മാതൃകയായിരിക്കണം. ആമേൻ.
അവൻ പറഞ്ഞ് ശത്രുക്കളെ സ്നേഹിക്കാൻ. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം കടിച്ചു കീറി നശിക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്ന 4-ാമത്തെ വചനം, ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിന്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമ്മൾ വീണുപോയ മനുഷ്യരാണ്, ദുഷ്ടരായ മനുഷ്യരാണ് നിങ്ങൾ. അപ്പോൾ ഈ മനുഷ്യൻ നന്മയിലേക്ക് വരുന്നത് എങ്ങനെയാ? അവൻ വിധേയപ്പെടുമ്പോൾ അവന് ദൈവഭയം വരണം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവഭയമാണ് നമുക്കില്ലാത്തത്. ഒരു രാജാവിന്റെ കീഴിലാണ് നിൽക്കുന്നത്. രാജകീയ ഭരണമാണ്. അവൻ രണ്ടാമത് വരും, എന്നിട്ടോ എല്ലാത്തിനെയും തുളച്ചു മാറ്റും. ഹല്ലേലൂയ. അനീതി പ്രവർത്തിക്കുന്നതിന് അവർക്ക് തക്ക പ്രതിഫലം തരും. ആമേൻ. കൊടുക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇനി സങ്കീർത്തനം 127 ഒന്നെടുത്ത് നോക്കിയേ. എന്താ പറയുന്നത് നോക്കിയേ. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ, 127 കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥമാണ്. ഇനി അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. ഹല്ലേലൂയ. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാം? നീ ശാന്തമായിരുന്നാൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കാരണം നിന്നെ സൃഷ്ടിച്ച ദൈവം, അവനെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിന്നെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ അവനായിരിക്കണം നിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അവനായിരിക്കണം നിന്റെ എല്ലാ കാര്യങ്ങളും നിനക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. അതിനുവേണ്ടി അവൻ നിന്റെ ഉള്ളിലുണ്ട്. ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 4 എന്ന് പറഞ്ഞ്, നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഈ ഒരു തിരിച്ചറിവ് വേണം നമുക്ക്. എന്റെ ഉള്ളിൽ സർവശക്തനായ ദൈവമുണ്ട്. എനിക്ക് വേണ്ടി ചെയ്തു തരാൻ, എല്ലാം ചെയ്തു തരാൻ വേണ്ടി അവൻ എന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. അപ്പം നമുക്ക് സ്വർഗത്തിൽ ഒരു ഇടയനുണ്ട്, ഒരു തലവനുണ്ട്. അവനെയാണ് നീ അനുസരിക്കേണ്ടത്. അല്ലാതെ ലോകത്തിലുള്ള മനുഷ്യരല്ല നീ അനുസരിക്കേണ്ടത്. നീ അവനെ അനുസരിച്ചാൽ അവൻ നിനക്ക് സമൃദ്ധി ഉണ്ടാകും, നീ ഐശ്വര്യമാക്കും, നീ രാജാവായിട്ട് ലോകത്തിൽ വീഴും. നിന്നെ ഈ ലോകത്തിന്റെ ഭരണം നിന്നെ ഏൽപ്പിക്കും. ഉൽപ്പത്തിയിൽ നിന്നെ ഏൽപ്പിച്ച പോലെ വീണ്ടും നിനക്ക് തരും. അവൻ ഉയർത്തെഴുന്നേറ്റ് എല്ലാത്തിനും കീഴടക്കി നിന്റെ ഉള്ളിലിപ്പുണ്ട്. ഇത് മറക്കരുത്. ഒരു യജമാനനുണ്ട്, എല്ലാവർക്കും മേൽ ഒരു യജമാനനുണ്ട്. ഇത് മനസ്സിലാക്കുക. ആമേൻ. താങ്ക് യു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് ദൈവരാജ്യത്തെപ്പറ്റി കൂടുതൽ ചിന്തിക്കാം. പക്ഷേ ഈ ഓരോ വചനങ്ങളും നിങ്ങൾ എഴുതി പഠിക്കണം. അല്ലാതെ കേട്ടിട്ട് പോകുമ്പോഴത്തേക്കും വഴിയരി വീണ വിത്താകരുത്. നാളെ വീണ്ടും വേറെ ഒരെണ്ണം കേൾക്കുമ്പോൾ അതും മറന്നു പോകും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നീ പഴയതുമാതിരി തന്നെയാണ്. ആമേൻ. അതുകൊണ്ട് വചനം എഴുതി പഠിക്കുക. ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നിനക്കെല്ലാം തരും. ഏതാ? വീട്, ആരോഗ്യം, സമ്പത്ത് എല്ലാം കർത്താവ് തരും. എന്ത് ഭക്ഷിക്കണം, എന്ത് പാനം ചെന്ന് നീ അതിനെപ്പറ്റി ആഗ്രഹപ്പെടണ്ട. നിന്നെ പരിപാലിക്കുന്ന നിന്റെ ഒരു യജമാനുണ്ട്. നിന്റെ സ്വർഗത്തിൽ സ്വർഗത്തിന്റെ ഒരു രാജ്യമുണ്ട്. അവന്റെ രാജ്യം നിന്നിലൂടെയാണ് സ്ഥാപിക്കേണ്ടത്. അതിന് നീ വിധേയപ്പെടണം. എല്ലായിടത്തും, വീട്ടിലും നാട്ടിലും എല്ലായിടത്തും. അത് സ്ത്രീയും പുരുഷനും. പുരുഷൻ സ്വന്തം ശരീരം എന്ന പോലെ അവൻ ഭാര്യയെ സ്നേഹിക്കണം. ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണ് കൂടുതൽ വിള്ളൽ കിടക്കുന്നത്. അവൻ അതുപോലെ ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയപ്പെടണം. എങ്ങനെ? കർത്താവിനെന്ന പോലെ. നീ എങ്ങനെ കർത്താവിന്, നിന്റെ സൃഷ്ടാവിന് വിധേയപ്പെടുന്നു അതുപോലെ പെടുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു യജമാനുണ്ട്. അവനെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിക്കപ്പെടുന്നു.